ഇവിടെ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ഏതിനാണ് ചോദിച്ചോളൂ, നിങ്ങൾക്കെന്താ അമ്മയും പെങ്ങന്മാരയിലേത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അമ്മയും പെങ്ങന്മാരും നിനക്കില്ലെങ്കിലും. നോട്ടീസിൽ അവർ പറയുന്നു, നിരവധി അനവധി വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുന്ന ക്യാമ്പസുകളിൽ മുസ്ലിം മതത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയെന്നാണ് എസ്ഐയുടെ ലക്ഷ്യമെന്ന്. അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇതിനോട് ഉഷാറായിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SIOന്റെ പദ്ധതിയിലെപ്പായിട്ടാണ് ഞാൻ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ SIO ഇന്ന് നിലവിലുണ്ട്. ഇവർ പറയുന്നു SIO ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന്. പക്ഷേ അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഇതിനെതിരെ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഓരോ പ്രദേശത്തുമുള്ള അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള മുക്കിലും മൂലയും SIO പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല SIO ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന്. കഴിഞ്ഞ പാർലമെന്റ് SIOന്റെ യുവജന വിപ്ലവ പ്രസ്ഥാനമായ സോളിഡാരിറ്റി LDF സർക്കാരിനെയാണ് പിന്തുണച്ചത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സോളിഡാരിറ്റി മതവർഗീയ പ്രസ്ഥാനമാണെന്ന്? വോട്ട് ചോദിക്കൂ, കഴിവൂ വോട്ട്, തന്നോളോ വോട്ട്. നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല? ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത് മാത്രമല്ല, പശ്ചിമ ബംഗാളുണ്ട്. അവിടെ നിങ്ങൾ എന്താണ് സംസാരിച്ചത്? അവിടെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഗുജറാത്തിലായാലും പശ്ചിമ ബംഗാളിലായാലും ഏത് സംസ്ഥാനത്തിലും ഈ കാണുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരുടെ നേരവും ആദർശവും നിരക്കി നിർത്താൻ സാധിക്കുന്നില്ല. പശ്ചിമ ബംഗാളിൽ ആക്രമണമാണെങ്കിൽ കേരളത്തിൽ മറ്റൊരു രീതിയാണ്. ഇത്തരത്തിൽ നെറികെട്ട വിഭാഗീയതയുടെ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവരെ നാം എങ്ങനെ വിശ്വസിക്കും?